രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന KPCC അധ്യക്ഷന്റെ ആരോപണം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരാതിയെ മുൻവിധിയോടെ കാണരുത്. എന്ത് കുറ്റം ചെയ്താലും കുറ്റം തന്നെയാണ്. പരാതി വൈകിയത് പോരായ്മയല്ലെന്നും സണ്ണി ജോസഫിനെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തിരുത്തി. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന് ലഭിച്ച പരാതിയാണ് അദ്ദേഹം DGPക്ക് കൈമാറിയത് രാഹുലിനെതിരായിട്ടുള്ള രണ്ടാമത്തെ പീഡന പരാതിയുടെ കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് പിന്നിലൊരു ലീഗൽ ബ്രെയിൻ പ്രവർത്തിച്ചു എന്നാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇതിനൊക്കെ ഈ കത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അതായത് ചുരുക്കത്തിൽ ഈ പരാതിക്കാരിയുടെ പരാതിയെ തള്ളുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം. അതിനെ തിരുത്തിയിരിക്കുകയാണല്ലോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം, അതിനുശേഷം ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ. താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ദിലീപ് വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് UDF കൺവീനറെ KPCC അധ്യക്ഷൻ തിരുത്തിയത്. ഇതിപ്പോൾ KPCC അധ്യക്ഷനെ പരസ്യമായി പ്രതിപക്ഷ നേതാവ് തിരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീജിത്ത്, GK തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് ദിവസം നടൻ ദിലീപിനെ അനുകൂലിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണം ഏറെ വിവാദമായിരുന്നു. അതുണ്ടാക്കിയ വിമർശനങ്ങൾ മുന്നണിക്ക് നേട്ടമായി എന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണങ്ങൾക്കെതിരെ തിരിഞ്ഞത്. അത് മാത്രമല്ല, സണ്ണി ജോസഫിന്റെ ഇന്നലത്തെ പ്രതികരണം 24 അടക്കമുള്ള മാധ്യമങ്ങളോട് വന്ന പ്രതികരണത്തിൽ ഒരു ലീഗൽ ബ്രെയിൻ രണ്ടാം പരാതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഇന്നത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും ആ പ്രതികരണം ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതിജീവിതയ്ക്ക് പരാതി നൽകാനുള്ള അവരുടെ അവകാശത്തെ, ആ പരാതിയെ തെറ്റായി കാണുന്ന ഒരു സമീപനം KPCC അധ്യക്ഷനിൽ ഉണ്ടായി. അത് ആ പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന വിമർശനമാണ് പൊതുവെ ഉയർന്നത്. ആ വിമർശനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള രൂക്ഷമായ പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ആ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDFിന് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തിരുത്തുന്നത്. നേരത്തെ UDF കൺവീനറെയാണ് പാർട്ടിക്കാകെ തിരുത്തേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് രണ്ടാം അതിജീവിതയുടെ പരാതിയിന്മേൽ സ്വീകരിച്ച സമീപനത്തെ, പ്രതികരണത്തെ, ആരോപണത്തെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തള്ളിപ്പറയുന്നു, തിരുത്തുന്നു എന്ന് വരുമ്പോൾ അത് UDF കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സമീപനത്തിൽ 2 തട്ടിലുള്ള നിലപാടുകളുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്ന സമീപനമാണ് ഏതാണ്ട് സണ്ണി ജോസഫിൻ്റെ പ്രതികരണങ്ങളിൽ കാണാനാവുന്നതെന്ന വിമർശനങ്ങളും ശക്തമാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോഴും രാഹുൽ അനുകൂല നിലപാടും രാഹുൽ വിരുദ്ധ നിലപാടുമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന ആയി വേണം ഇതിനെ കാണാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.